അവരെല്ലാവരും നിലത്തുനിന്ന് എണീക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു എന്ന് അയാൾ മനസ്സിലാക്കി. അർജുൻ തന്റെ സ്വരൂപത്തിലേക്ക് മാറിയതും അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. വേണ്ട, എന്റെ അടുത്തേക്ക് വരണ്ട, എന്നെ ഒന്നും ചെയ്യരുത്, എടാ ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിക്കേ. അതുവരെ ധൈര്യശാലിയായിരുന്ന മൈക്കിൾ അലറി വിളിച്ചു. അയാളുടെ ഈ കരച്ചിൽ കണ്ട് നടരാജൻ ഭയത്താൽ ആ മുറിയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് വേണ്ടത് ഞാൻ തരാം, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. മൈക്കിൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ വീണു. ഭയം മൂലം ഒന്നനങ്ങാൻ പോലും അവന് കഴിയുന്നുണ്ടായില്ല. വെടിയുണ്ട പാഞ്ഞു വരുന്നതിൽ നിന്നും രക്ഷപ്പെടുക, 10-20 പേരെ ഒറ്റ മിനിറ്റ് കൊണ്ട് അടിച്ചു നിലത്തിടുക, ഇതെല്ലാം കണ്ടപ്പോൾ മുന്നിൽ നടക്കുന്നത് ഒരു സിനിമയാണോ എന്ന് പോലും അയാൾ ചിന്തിച്ചുപോയി. അർജുൻ മനുഷ്യൻ തന്നെയാണോ എന്ന് അയാൾ സംശയിച്ചു. അല്പസമയം മുൻപ് വരെ അവനെ പുച്ഛത്തോടെ നോക്കിയിരുന്ന കണ്ണുകളിൽ ഇപ്പോൾ ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും വന്ന് എന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കെ, അർജുൻ ആക്രോശിച്ചു. ഇനിയും തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിരുന്നവർക്ക് അപ്പോഴാണ് ഒരാശ്വാസം വന്നത്. എല്ലാവരും അവനെ ദൈവത്തെപ്പോലെ നോക്കി അവന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്നു. അതേസമയം അർജുനെ കണ്ടുമുട്ടിയത് തന്റെ ഒരു ഭാഗ്യമായി ഷൺമുഖൻ കരുതി. കാരണം കഴിഞ്ഞ 10 വർഷത്തിലധികമായി തന്നേക്കാൾ മുകളിൽ ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന മൈക്കിളാണ് അർജുന്റെ മുന്നിൽ ജീവനു വേണ്ടി അപേക്ഷിക്കുന്നത്. ഇതോടെ മൈക്കിളും മൈക്കിളിന്റെ അനുയായികളും തന്റെ കീഴിലാകുമെന്നോർത്ത് അയാൾ അഭിമാനം കൊണ്ടു. വർഷങ്ങളോളം കഷ്ടപ്പെട്ട് താൻ നേടിയെടുത്ത തന്റെ സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് മറ്റൊരാളുടെ കാൽക്കീഴിലായത് കണ്ട് മൈക്കിൾ മാനസികമായി തളർന്നുപോയി. പക്ഷേ പേരിനും പ്രശസ്തിയേക്കാളും വലുതല്ലേ ജീവൻ എന്നോർത്ത് അയാൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. അയാൾ അർജുന്റെ കാല് പിടിച്ച് തന്നെ കൊല്ലരുതെന്നും ജീവിക്കാൻ അനുവദിക്കണമെന്നും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ അത് കണ്ടിട്ടും അർജുന്റെ മനസ്സലിഞ്ഞിരുന്നില്ല. അവൻ മൈക്കിളിന്റെ കഴുത്തിൽ ചവിട്ടി നിലത്തേക്ക് അമർത്തി. ആ നിമിഷം മൈക്കിൾ ഒരു മൂലയിൽ പേടിച്ചിരിക്കുന്ന നടരാജനെ നോക്കി, എടാ ദ്രോഹി, ഇനിയും എന്താ നോക്കി നിൽക്കുന്നേ? നീ പോയി ആ മാല ഇങ്ങെടുത്ത് കൊണ്ടുവന്ന് സാറിന് കൊടുക്കടാ. മൈക്കിൾ അവനോട് അലറി വിളിച്ചു. അത് കേൾക്കേണ്ട താമസം നടരാജൻ തൊട്ടടുത്ത് കണ്ട മുറിയിലേക്ക് ഓടിച്ചെന്ന് ആഭരണമിരുന്ന ഒരു ബോക്സ് എടുത്തുകൊണ്ടുവന്ന് അർജുന്റെ കയ്യിലേൽപ്പിച്ചു. സാർ, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണം സാർ. ഈ മാല മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇത് ഗൗതം സാർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. പ്ലീസ് സാർ, എന്നെ ഒന്നും ചെയ്യരുത്. ജീവിക്കാൻ എനിക്ക് ഒരവസരം കൂടി തരൂ. സാർ പറയുന്നത് എന്തും അനുസരിച്ച് ജീവിച്ചോളാം ഞാൻ. എന്നെ കൊല്ലരുത് സാർ. മൈക്കിൾ അർജുന്റെ കാലിൽ പിടിച്ചു. ഒരുപാട് വൈകിപ്പോയി, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അർജുൻ അതും പറഞ്ഞ് കാലുകൊണ്ട് മൈക്കിളിന്റെ നെഞ്ചിലമർത്തിയതും മൈക്കിളിന്റെ ജീവൻ ഒരു പിടച്ചിലൂടെ നഷ്ടപ്പെട്ടിരുന്നു. അത് കണ്ടതും ഷൺമുഖനടക്കം ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും ഭയന്നുപോയി. ആരുടെയും ജീവനെടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമായിരുന്നില്ല. പക്ഷേ നീ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. എന്റെ വീട്ടുകാരുടെ വഴിക്ക് ആര് വന്നാലും ഞാൻ അവരെ ആരെയും വെറുതെ വിടില്ല. മൈക്കിളിനെ നോക്കി പറഞ്ഞുകൊണ്ട് അർജുൻ ഷൺമുഖനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അയാൾ വേഗം തന്നെ വന്ന് മൈക്കിളിന്റെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി. അർജുൻ നടരാജൻ നൽകിയ ക്രിസ്റ്റൽ ബോക്സ് തുറന്നതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലയേറിയ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രയാഗയുടെ ഡയമണ്ട് കിങ് അവൻ കണ്ടു. അഭിമാനത്തോടെ അതിലേക്ക് നോക്കിയ ശേഷം അവൻ അത് അടച്ച് ഭദ്രമായി കയ്യിൽ വെച്ചു. മൈക്കിളിനെ ഒറ്റ ചവിട്ടുകൊണ്ട് ഇല്ലാതാക്കുന്നത് കണ്ട് ഭയന്നു വിറച്ച നടരാജൻ ഒരു മൂലയിലിരുന്ന് അർജുനെ നോക്കി കരയാൻ തുടങ്ങി. സാറേ, ദയവ് ചെയ്ത് എന്നെ വിടൂ. ഇതെല്ലാം ആ ഗൗതമിനു വേണ്ടി ചെയ്തതായിരുന്നു. അല്ലാതെ സാറിന് എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നു. നടരാജൻ ഭയം കൊണ്ട് അവനോട് വിളിച്ചു പറഞ്ഞു. ആ മതി മതി, ഞാൻ പറയുന്നത് മിണ്ടാതെ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കണ്ടല്ലോ, മറ്റവന്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും. അർജുൻ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. സാർ, എന്തു പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം, നടരാജൻ തൊഴുകൈയോടെ പറഞ്ഞു. എങ്കിൽ ആദ്യം നീ ഇവിടെ നിന്ന് ശ്രാവണ ടവേഴ്സിലേക്ക് പോകണം. അവിടെ പോയി ഗൗതമിനെ കാണണം. ഈ ആഭരണം മോഷ്ടിക്കാൻ നിന്നെ അവൻ എങ്ങനെ സഹായിച്ചു എന്നതിനുള്ള തെളിവുകളെല്ലാം നീ സംഘടിപ്പിക്കണം. അവനെ നീ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ സമയം പോലെ അറിയിക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അർജുൻ നടരാജന് നിർദ്ദേശം കൊടുത്തു. ശരി സാർ, എല്ലാം സാർ പറഞ്ഞ പോലെ ചെയ്തോളാം, നടരാജൻ അവനോട് പറഞ്ഞു. അർജുൻ ഷൺമുഖനെ അടുത്തേക്ക് വിളിച്ചു. ഷൺമുഖ, ഇന്നിവിടെ നടന്ന കാര്യം യാതൊരു കാരണവശാലും പുറത്തറിയാൻ പാടില്ല. അർജുൻ അയാളെ നോക്കിക്കൊണ്ടു പറഞ്ഞു. ഏയ്, ഒരിക്കലുമില്ല സർ. ആരും ഒന്നും അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം, ഷൺമുഖൻ പറഞ്ഞു. മൈക്കിളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നീ വേണം ഏറ്റെടുക്കാൻ. ഒപ്പം അവന്റെ ഈ കൂട്ടാളിയെയും, അർജുൻ ഷൺമുഖനെ ഉപദേശിച്ചു. ശരി സാർ. അയാൾ അതിന് സമ്മതം മൂളി. അത് കഴിഞ്ഞതും അർജുൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി.
പിറ്റേന്ന് രാവിലെ ആയതും അർജുൻ പ്രയാഗയുമായി റോയൽ ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു. ഇതിനിടയിൽ കാർ റോയൽ ഹോട്ടലിന് മുന്നിൽ എത്തിച്ചേർന്നു. റോയൽ ഹോട്ടൽ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ജ്വല്ലറി മേഖലയിലുള്ള മികച്ച ഡിസൈനർമാരും സാങ്കേതിക വിദഗ്ധരും ഒരുപാട് സെലിബ്രിറ്റികളും മറ്റും അന്ന് അവിടെ എത്തിയിരുന്നു. റോയൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയ ലക്ഷറി കാറുകളാൽ നിറഞ്ഞു. അർജുനും പ്രയാഗയും ഹോട്ടലിന് മുന്നിൽ കാറിൽ നിന്നിറങ്ങി നേരെ എക്സിബിഷൻ ഹാളിലേക്ക് നടന്നു. എക്സിബിഷൻ ഹാളിന്റെ ഉള്ളിലും മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലായിടത്തും ചുവന്ന പരവതാനി വിരിച്ചിരുന്നു. ഹാളിന്റെ മധ്യത്തിൽ ഒരു വലിയ നിലവിളക്ക് സ്ഥാപിച്ചിരുന്നു. അതിൽ നിന്നുള്ള പ്രകാശം ആ ഹാളിൽ മുഴുവൻ വിചിത്രമായൊരു ഭംഗി നൽകിയിരുന്നു. ഹാളിലുടനീളം ഗ്ലാസ് ക്യാബിനറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ക്യാബിനറ്റിലും ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട് മുതലായവ കൊണ്ട് നിർമ്മിച്ച വിവിധ തരത്തിലുള്ള ആഭരണങ്ങളും ഉണ്ട്. പ്രയാഗ തിളങ്ങുന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി നടന്നു. അവൾ ഒരിക്കലും ജ്വല്ലറി എക്സിബിഷനിൽ ഇതുവരെ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെയധികം അത്ഭുതത്തോടു കൂടിയാണ് അവൾ എല്ലാം നോക്കിയത്. ഈ ആഭരണങ്ങൾക്കിടയിൽ തന്റെ ഡയമണ്ട് കിങ് കൂടി ഉണ്ടാവേണ്ടതല്ലേ എന്നോർത്ത് അവൾക്ക് വിഷമം തോന്നി. എങ്കിലും അർജുൻ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിൽ അവൾക്കിപ്പോഴും നേരിയ വിശ്വാസമുണ്ടായിരുന്നു. ഹലോ ചീഫ് ഡിസൈനർ പ്രയാഗ, എന്താണ് ഇവിടെ? ഇന്നലെ അത്രയെല്ലാം കേട്ടിട്ടും ഇന്നിവിടെ വരാനുള്ള തൊലിക്കട്ടി ഉണ്ടായല്ലോ. വാവ്, അപാരം. പരിഹാസത്തോടെയുള്ള ഒരു ശബ്ദം കേട്ട് അവർ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയതും കാവ്യ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തുള്ള പരിഹാസവും പുച്ഛം കലർന്ന ചിരിയും കണ്ടപ്പോൾ തന്നെ പ്രയാഗയുടെ മുഖം മാറി. ഓ, നീ ഇതുപോലുള്ള എക്സിബിഷനൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? പിന്നെ ഇന്ന് നിന്റെ ലാസ്റ്റ് ഡേ അല്ലേ ഇവിടത്തെ? അപ്പൊ എങ്ങനെയാ, ഇന്ന് തന്നെ ചീഫ് ഡിസൈനർ പദവി രാജിവെക്കല്ലേ? അവൾ പരിഹാസത്തോടെ ചോദിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.